ഓ തന്ത വൈബ്. മൂപ്പര് തന്ത വൈബ് ഒന്നല്ല, അനക്ക് ഡീൽ ചെയ്യാൻ അറിയാത്തതാണ് എൻ്റെ കുഴപ്പം. ഡീൽ ചെയ്യാൻ അറിയെങ്കിൽ മൂപ്പര് അത്ര വൈബിൾ ഒരു തന്ത വരല. വീട്ടിലെത്തുമ്പോൾ എനിക്ക് വൈബ് ഉണ്ടാവണേ. മോനെ വണ്ടി എടുക്ക്, നമുക്ക് പോവാ. ഇസ്ലാം സ്ത്രീകളോട് പറയുന്നത് കഴിവിൻ്റെ പരമാവധി വീടുകളിൽ അടങ്ങി ഒതുങ്ങി കഴിയുക. വളരെ അത്യാവശ്യത്തിന് വേണ്ടി അവർക്ക് പുറത്തിറങ്ങാം, പക്ഷേ അവരുടെ ഭംഗി വെളിവാക്കാതെയും സുഗന്ധയും. എന്തെല്ലാം വിശേഷം? ആരടാ എൻ്റെ ആചാരിക്ക വിശേഷം ചോദിക്കാൻ വന്നിക്കുന്നത്? അന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ മാതിരി കോലം കെട്ടി നടക്കുന്നവന്മാരൊക്കെ പിറകു കുത്തിരുന്ന് കഴിഞ്ഞ് നാട്ടുകാരെ കാണിച്ചു വരരുതെന്ന്. നല്ല വൈബ്. ഇതിനൊക്കെ എന്നോ സമാധി വെക്കേണ്ട സമയം കഴിഞ്ഞു. ഞാൻ പോട്ടെ. നിന്റെ കൂടെ വരുന്നവരൊക്കെ നാണം കെടുത്താൻ ഇരിക്കാണോ വാപ്പ ഇവിടെ? അല്ല, അന്യ പുരുഷന്മാരൊക്കെ വിളിച്ചേ ഞാൻ അകത്ത് കൊണ്ടൊന്ന് സൽക്കരിക്കാം. ഞാൻ ഓന്റെ ഒപ്പം വന്നതാണോ നാട്ടുകാർ കാണുന്നതാണോ വാപ്പിന്റെ പ്രശ്നം? എല്ലാം പ്രശ്നമാണ്. അന്റെ ഒരു സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പ്. കഷ്ടപ്പെട്ട് PTTM പഠിച്ചതേ പൊരക്കകത്ത് വെറുതെ ഇരിക്കാനല്ല, പണിയെടുത്ത് പൈസ ഉണ്ടാക്കാൻ തന്നെയാ. അന്നെ മര്യാദയ്ക്ക് കെട്ടിച്ചു വിട്ടാലോ? ആടെ നിൽക്കാണ്ട് ഇങ്ങോട്ട് പോന്നിട്ട് ഇപ്പൊ കുന്നും കാടും ഒക്കെ കയറി നടക്കല്ലേ? കെട്ടിച്ചുട്ട കഥയൊന്നും വാപ്പ കൂടുതൽ പറയണ്ട. ഓന് വേണ്ട ഒരു പാർട്ണർ എന്നല്ലായിരുന്നു, ഒരു അടിമേനെ മാത്രമേനു. അതിനെന്തായാലും ഇന്നെ കിട്ടൂല. അതിന് പോനെ കുറ്റം പറഞ്ഞിട്ടെന്താ കാര്യം? പെണ്ണിന്റെ നിലക്ക് നിൽക്കണ്ടേ? വാപ്പയും ഓനും തമ്മിൽ എന്താ വ്യത്യാസം? നിങ്ങളൊക്കെ ഒന്ന് ബഹുമാനിക്കാൻ പോയിട്ട് അംഗീകരിക്കാൻ പോലും കഴിയാത്തവരല്ലേ? 4 കൊല്ലം 10 വെക്കുന്ന കാലാണല്ലോ. ഞങ്ങൾ ആണുങ്ങളെ തല മണ്ണ് കുത്തിയിട്ട് മതി. വാപ്പാ, ഈ ഉപദേശ കമ്മിറ്റിക്കാരും നാട്ടുകാരും ഒന്നും ഉണ്ടാവില്ല. നാളെ 10-ാം തീയതിയാ, ബാങ്കിൽ ലോൺ അടയ്ക്കണം. പണിയെടുത്താലേ പൈസ ഉണ്ടാവും. പിന്നെ കാലം മുമ്പോട്ട് തന്നെയാ പോ. അത് പിന്നെ എത്ര നിങ്ങൾ പുറകോട്ട് പിടിച്ചലിച്ചാലും